എന്റെ മോളെ രക്ഷിക്കണം സർ. ഞങ്ങൾക്ക് അവളല്ലാതെ വേറെ ആരുമില്ല. വിഷമിക്കണ്ട, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നമ്മുടെ ഒരു ടീം അങ്ങോട്ട് പോയിട്ടുണ്ട്. കുട്ടിക്കൊന്നും സംഭവിക്കില്ല, ധൈര്യമായിരിക്കൂ. കുട്ടി എന്നും ആ സ്കൂൾ ബസ്സിൽ തന്നെയാണോ പോകുന്നത്? അതെ സർ, ചില ദിവസങ്ങളിൽ മാത്രം അനൂപ കൊണ്ടുവിടുന്നത്. സാർ, ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ സാറിന് അറിയാലോ. സർ, അനൂപേട്ടൻ എവിടെ? എനിക്ക് അനൂപേട്ടൻ ഒന്ന് കാണണം. ബഹളം വെച്ച് അയാളെ കൂടി ടെൻഷൻ ആക്കണ്ട, അയാൾ ഇവിടെ തന്നെയുണ്ട്. സർ, ഇത് മധുവിന്റെ ആളുകൾ തന്നെയായിരിക്കും ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹലോ, എന്തായടോ? ആ, എന്നിട്ട് ടീച്ചേഴ്സ് എന്ത് പറഞ്ഞു? ഓഹോ, അതിന് വിറ്റ്നസ് ഉണ്ടോ? ശരി, വേഗം വേണം. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ എന്നെ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ശരി. സർ, മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അർച്ചന സംശയിച്ചത് ശരിയാകാനാണ് സാധ്യത. പോലീസുകാര് കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചു. ആ ബസ്സിലെ ഡ്രൈവറെയും ആയെയും ചോദ്യം ചെയ്തു. ടീച്ചേഴ്സിനെയും കണ്ട് സംസാരിച്ചു. സ്കൂൾ വിടുന്ന സമയത്ത് മധുവിന്റെ ആൾക്കാർ ഗേറ്റിന് പുറത്തുണ്ടായിരുന്നുവെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവർ തന്നെയായിരിക്കും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. എടുത്ത് വിഷമിക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും മോളെ കണ്ടെത്താം. സമാധാനായിട്ടിരിക്കുക. ഞാൻ എന്ത് സമാധാനിക്കാനാ നീ പറയുന്നേ? ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ജീവിതം വെച്ച നിന്റെ ഈ കളി. അനൂപേട്ടൻ ഇപ്പോഴും പോലീസ് സ്റ്റേഷനില്. ഇപ്പൊ എന്റെ മോളെ ആരോ പിടിച്ചോണ്ട് പോയി. ഇതിനെല്ലാം ഉത്തരവാദി നിങ്ങളാ. നിങ്ങൾ കാരണം ഇതെല്ലാം സംഭവിച്ചത്. മീരെ, എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അർച്ചന, എന്തുപറ്റി? മോളെ, എന്താടോ? എന്റെ ശരീരം തളരുന്ന പോലെ. ഈ കസേരയിലോട്ടിരിക്കെ. ഇങ്ങോട്ടിരിക്കും മോളെ. ഇതാ വെള്ളം. കൊടുക്ക്. വെള്ളം കുടിക്കേ. അർച്ചന, നിങ്ങളാരും വിഷമിക്കണ്ട. പോലീസ് അവിടുത്തെ CCTV വിഷ്വൽസ് പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഗേറ്റിന് പുറത്തുള്ള വിഷ്വൽസും പരിശോധിക്കുന്നുണ്ട്. എത്രയും വേഗം കുട്ടിയെ കണ്ടുപിടിക്കാം.